മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കണ്ണനും മഹിയും അമ്മയുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ കഴിഞ്ഞതിന് ശേഷം നേരെ എത്തുന്നത് മഞ്ജുവിനെയും സാഗറിനെയും കാണാൻ വേണ്ടിയിട്ടാണ്. ആ, നിങ്ങളോ അകത്തേക്ക് വായെന്ന് പറഞ്ഞുകൊണ്ട് സാഗർ ആണെങ്കിൽ അവരെ ക്ഷണിക്കുന്നു. മഞ്ജു, ഇതാ ഇന്ന് അമ്മയുടെ പിറന്നാളായിരുന്നു, ഈ കേക്ക് നിനക്കുള്ളതാണെന്ന് പറയുമ്പോൾ മഞ്ജു അത് സന്തോഷത്തോട് കൂടിയിട്ട് വാങ്ങുകയാണ്. എന്നിട്ട് കണ്ണൻ പറയുന്നുണ്ട്, മോൾ എന്തായാലും 1-2 ദിവസം വീട്ടിലേക്ക് വന്ന് താമസിക്കണം. അതെന്താ ഏട്ടാ പെട്ടെന്നൊരു തീരുമാനം? ഒന്നുമല്ല, ഇപ്പോ ഇയാള് അനന്തുവിന്റെ വീട്ടിലേക്ക് പോകും. അപ്പോ 2 ദിവസം നീ എൻ്റെ കൂടെ ഉണ്ടാവുന്നത് എനിക്ക് കുറച്ച് നല്ലതായിരിക്കും, അതുകൊണ്ടാണെന്നിങ്ങനെ കണ്ണൻ പറയുന്നു. അതേ മഞ്ജു, നീ കണ്ണേട്ടനോടൊപ്പം വേണം, എങ്കിലേ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ എന്ന് മഹിയും പറയണം. പിന്നെ അവിടെയുള്ളവരെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കുഞ്ഞിനെ കളയാനൊന്നും അവർ ശ്രമിക്കില്ല. ഇപ്പോ നിന്റെ നാത്തോൻ കരുണയുണ്ടല്ലോ, അവൾ എല്ലാ കാര്യങ്ങളിലും ഉത്തമ കുടുംബിനിയാവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ അതെങ്ങനെയേട്ടാ കരുണാടത്തിക്ക് അതിനൊക്കെ സാധിക്കുമെന്നോ? ഇപ്പൊ തന്നെ ഞങ്ങൾക്കൊപ്പം അമ്മയുടെ ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് വീട്ടിലേക്ക് വന്നിരുന്നു. ഇപ്പൊ ഞാനും മഹിയും പറഞ്ഞതൊക്കെ അവൾ നന്നായിട്ട് അനുസരിക്കുന്നുണ്ട്. അതിന്റെ കാരണം അവിടെയുള്ളവർക്ക് പോലും അറിയില്ലെന്ന് പറയുമ്പോൾ അത് തന്നെയാ ഞാനും ചോദിക്കുന്നത്. എനിക്കും അറിയുന്നില്ല എന്തുകൊണ്ടാ നിങ്ങൾ പറയുന്നതൊക്കെ കരുണാടത്തി ഇങ്ങനെ ഒരക്ഷരം തെറ്റാതെ അനുസരിക്കുന്നത്. എന്ത് തെറ്റാ കരുണാടത്തി ചെയ്തിരിക്കുന്നത്? എന്തോ ഒരു വലിയ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്, അല്ലാതെ അവരിങ്ങനെ ഭയക്കാൻ പോകുന്നില്ല. കാരണം അത്രയ്ക്കും അഹങ്കാരാണ് അവർക്കെന്നൊക്കെ പറയുമ്പോൾ എന്തായാലും ആ സത്യം നീ അറിയാതെ നിൽക്കണ്ട. അറിഞ്ഞാലേ അവളെ അവിടെ നിന്നും പുറത്താക്കുമെന്ന് കണ്ണം പറയണം. ഇപ്പൊ ചെയ്യുന്നതൊക്കെ അമർഷം അകത്ത് വെച്ചിട്ടാണെങ്കിലും അവളുടെ നല്ല ഭാവിയിൽ തന്നെ ആയിരിക്കും ഇത് കലാശിക്കുന്നത്. ഇനി അവൾക്ക് എവിടെ പോയാലും ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള തൻ്റെടാണ് ഇപ്പോ ഇതിലൂടെ ഉണ്ടാക്കി കൊടുക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ എന്നാലും സാറ് സൂക്ഷിക്കണമെന്നൊക്കെ സാഗർ പറയുന്നു. സാഗറിനും കൂടി 2 ദിവസം അവിടെ വന്നിരുന്നോടെ? അത് വേണ്ട സാറേ, മഹാലക്ഷ്മിയും സാറും കൂടിയും താമസിക്കുന്ന വീടാണെങ്കിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതിപ്പോ തറവാടല്ലേ, അവിടെ വന്ന കുത്തുവാക്കുകൾ കേട്ട് മടുത്തു പോകും. അല്ലെങ്കിൽ അങ്ങോട്ട് വരാൻ എനിക്ക് തീരെ താല്പര്യമില്ലെന്ന് സാഗർ വെട്ടിത്തുറന്ന് പറയുമ്പോൾ കണ്ണൻ അത് വല്ലാതെയാവുകയാണ്. അത് പിന്നെ സാഗറെ, അതെന്റെ രണ്ടാനമ്മയുടെ വീടൊന്നല്ല, എന്റെ വീടാണെന്ന് പറയുകയാണ്. അത് അറിയാം സാറേ, പക്ഷെ ഇപ്പൊ ഞാൻ എന്തായാലും വരുന്നില്ല. എങ്കിലേ സാഗർ ധൈര്യത്തോടെ മഞ്ജുവിനെ എന്നോടൊപ്പം വിട്ടയച്ചോ, ഞാൻ അവളെ നോക്കിക്കോളാം. ഓഫീസിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാം, തിരിച്ചു കൊണ്ടുവന്ന് വീട്ടിലേക്ക് ഞങ്ങൾ ഒപ്പം വരികയും ചെയ്യാം. ആ മതി സാറേ. പിന്നെ തോമസ് സാറ് മറ്റാരെങ്കിലും ഡ്രൈവറായിട്ട് ആശ്രയിക്കണ്ടേ? സാർക്കൊരു ബുദ്ധിമുട്ട് വരുത്തണ്ട. സാഗർ എത്രയും പെട്ടെന്ന് ജോലിക്ക് കയറിക്കോളാനായിട്ട് കണ്ണം പറയുകയാണ്. പിന്നെ ഞങ്ങൾ പറയേണ്ടത് പറഞ്ഞു. മഞ്ജു സാഗർ ആലോചിച്ചിട്ട് തീരുമാനം എടുത്തിട്ട് മതി കേട്ടോ കമലേശ്വരത്തിലേക്ക് വരേണ്ട കാര്യം. അങ്ങനെ അവരാണെങ്കിൽ അതൊക്കെ സംസാരിച്ച് അങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നീട് കരുണയാവട്ടെ കമലേശ്വരത്തിലേക്ക് തിരിച്ചു പോകാൻ നേരം മുഖം വീർപ്പിച്ച് നിൽക്കുകയാണ്. എന്താ മോളെ, എന്ത് പറ്റിയെന്നോ? മോൾക്ക് ഇപ്പൊ തന്നെ പോണല്ലേ? പിന്നെ പോവാതെ കുറച്ച് സമയമല്ലേ അവൾ എനിക്ക് തന്നിട്ടുള്ളൂ. അപ്പൊ പിന്നെ എനിക്ക് ഇപ്പൊ തന്നെ അങ്ങോട്ട് കെട്ടിയെടുക്കണല്ലോ. പിന്നെ ഞാനിപ്പോ അങ്ങോട്ട് പോകുന്നത് വെറും കാര്യമായിട്ട് മാത്രമൊന്നല്ല, പല ഉദ്ദേശങ്ങളും എന്റെ മനസ്സിലുണ്ടെന്ന് പറയുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അയ്യോ മോളെ, മോളെന്താ തീരുമാനിച്ചേ? അതൊക്കെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്, എല്ലാം എല്ലാവരോടും പറയണ്ട എന്നും ഞാനിപ്പോ തീരുമാനിച്ചിരിക്കുക. അതുകൊണ്ടേ എല്ലാം ചെയ്തു കഴിഞ്ഞതിന് ശേഷം അറിഞ്ഞാൽ മതി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. മോളെ തെറ്റൊന്നും ചെയ്യല്ലേ. തെറ്റെന്തെങ്കിലും ചെയ്ത ആ കണ്ണൻ നമ്മളെ വെറുതെ വിടില്ല, ജയിലിലേക്ക് വിട്ടയക്കും. അച്ഛനായാലും ഞാനായാലും ജയിലിലേക്ക് പോകുന്നുണ്ടെങ്കിൽ സന്തോഷത്തോട് കൂടിയിട്ട് വേണം പോവാനായിട്ട്. അച്ഛനെന്താ ജയിലിലേക്ക് പോകാൻ പേടിയുണ്ടോ? എനിക്ക് പേടിയില്ല മോളെ, പക്ഷെ നമ്മളതിന് മുന്നേ പോകുമ്പോൾ ഇവര് രണ്ടുപേരെയും തീർത്തിട്ട് പോകുന്നതായിരിക്കില്ലേ നമുക്കും ഒരു സമാധാനം സന്തോഷമൊക്കെ. ആ, എന്തായാലും കമലേശ്വരം വീട്ടിൽ ജീവിക്കുന്നതിനേക്കാൾ നല്ലത്, ആ ഗതികെട്ട ജീവിതം ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ജയിലിൽ തന്നെയാണെന്നൊക്കെ പറയുമ്പോൾ മോളെ, ജയിലിലെ സുഖവാസമൊന്നും ആയിരിക്കില്ല. നിന്റെ അച്ഛനെ ചെറുപ്പത്ത് ഒരുപാട് തവണ പോയിട്ടുള്ളതാ. ആ അനുഭവം വെച്ച് പറയുന്നതാ. മോൾ എടുത്തു ചാടി ഒന്നും ചെയ്യണ്ട, എല്ലാം തീരുമാനിച്ച് നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടൊക്കെ മതിയെന്ന് പറയുമ്പോൾ ഞാൻ പലതും തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും അവൾ അവളുടെ ഭർത്താവിനോടൊപ്പം പ്രാർത്ഥനയിലൂടെ എല്ലാ സന്തോഷങ്ങളും കൈവരിച്ച് ചുറ്റിക്കറങ്ങി നടക്കുകയല്ലേ, അതെന്തായാലും അവസാനിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് കരുണയാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നു. എടാ പ്രതാപ, നമ്മുടെ മോള് പോണ പോക്ക് കണ്ടില്ല. ആ, എന്ത് ചെയ്യാനമ്മേ, ഇനിയിപ്പോ നമ്മള് എവിടേക്കെങ്കിലും തീർത്ഥാടനത്തിന് പോകുന്നതായിരിക്കും നല്ലതെന്ന് പറയുമ്പോൾ എങ്കിൽ പിന്നെ നമുക്ക് പോയിട്ട് വരാടാ, എന്നാലേ മനസ്സിനൊരു സമാധാനം കിട്ടുള്ളൂ എന്നൊക്കെ മുത്തശ്ശി പറയുന്നു. ആ, എന്നാ അമ്മ പോയിട്ട് സാധനങ്ങളൊക്കെ എടുത്തു വെക്കെന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപനും മുത്തശ്ശിയും തീർത്ഥാടനത്തിന് പോകാനായിട്ട് തീരുമാനിക്കുകയാണ്. പിന്നീട് കരുണയാണെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോൾ ഉണ്ണി പതിവ് പോലെ തന്നെ ഡയറിയിൽ എന്തൊക്കെ കുത്തി കുറിക്കുന്നതാണ് കാണുന്നത്. ആ, നിങ്ങളിങ്ങനെ കുത്തി കുറിച്ചോണ്ടിരുന്നോ? ആ, നീ വന്നല്ലോ. എങ്ങനെയുണ്ടായിരുന്നു നിന്റെ അമ്മയുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ? എന്ത് കാണാൻ, അവിടെ പോയിട്ട് സ്ഥിരം കാണുന്ന കാഴ്ചകൾ തന്നെ കണ്ടിരിക്കുന്നത്. എനിക്കെന്ത് ഫംഗ്ഷൻ, അവളും അവനും സുഖമായിട്ടും സന്തോഷമായിട്ടും അത് ആഘോഷിച്ചു. ഞാൻ അവിടെ അങ്ങനെ നിന്നു അത്രമാത്രം.
പിന്നെ എന്തിനാ നീ അങ്ങോട്ട് പോയത്? നിന്നോട് പോകണ്ടെന്ന് ഞങ്ങൾ എല്ലാവരും പറഞ്ഞതല്ലേ. അതിന്റെ കാരണമൊന്നും ഞാനിപ്പോൾ വിസ്തരിക്കാൻ നിൽക്കുന്നില്ല. എല്ലാം അറിയുമ്പോഴേ ഉണ്ണിയേട്ടൻ തന്നെ എന്നെ ഒഴിവാക്കിക്കോളും. എന്തറിയുമ്പോ അതൊന്നും ഞാൻ പറയാതെ തന്നെ ഉണ്ണിയേട്ടൻ അറിയേണ്ട സമയത്ത് അറിയും. എന്തായാലും വൈകില്ല, അതുറപ്പാണ്. പിന്നെ എന്നെ കളയാൻ പോകുന്ന സമയത്ത് എവിടെയോ ഒപ്പിട്ട് തരേണ്ടത് മാത്രം പറഞ്ഞാൽ മതി, ഞാൻ ഒപ്പിട്ട് തന്നോളാം. എന്തായാലും കമലേശ്വരം വീട്ടിൽ ഗതികെട്ട ജീവിതമാണല്ലോ എനിക്ക് ജീവിക്കേണ്ടി വരുന്നത്. മടുത്തു. ഇനി രണ്ടും കെട്ട ജീവിതം ജീവിക്കാൻ ഞാനില്ല. ഞാൻ കരുതിയത് ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവതിയായിട്ടുള്ള പെൺകുട്ടി എന്നൊക്കെയാണ്. എൻ്റെ വിവാഹത്തോട് കൂടിയിട്ട് ആ ഒരു പ്രതീക്ഷയും ആ ഒരു പിടിവാശിയൊക്കെ മാറിക്കിട്ടി. നിങ്ങളുടെ ഭാര്യ എപ്പോ ആയോ അതോട് കൂടിയിട്ട് എൻ്റെ എല്ലാ സ്വപ്നങ്ങളും തകർന്നു എന്ന് ഉണ്ണിയോട് പറയുമ്പോൾ, നിനക്ക് എന്താ കരണേ, എന്താ പറ്റിയത്? നിന്നോടാരും പറഞ്ഞിട്ടില്ലല്ലോ അവർ പറയുന്നതൊക്കെ അനുസരിക്കാൻ വേണ്ടിയിട്ട്. ആ, ഇനി ഞാനായിട്ട് കൂടുതലൊന്നും പറയുന്നില്ലെന്ന് പറഞ്ഞ് കരുണയാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ഉണ്ണിക്കാണെങ്കിൽ ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. പിന്നീട് മഞ്ജുവിനെയും കൂട്ടിയിട്ട് കണ്ണനും മഹിയും തിരിച്ച് കമലേശ്വരത്തിലേക്ക് എത്തുകയാണ്. ഈ സമയം ദുർഗയാണെങ്കിൽ അവരെ കാണുന്നുണ്ട്, മുഖം തിരിക്കുകയാണ്. ഇതാ ഒരു അതിഥി കൂടിയുണ്ട് കമലേശ്വരത്തിലേക്ക്. വേറെ ആരുമല്ല, അമ്മയുടെ മോള് തന്നെയാണ്. അവളിനി 2-3 ദിവസം ഇവിടെ ഉണ്ടാകും. കുഞ്ഞിനെയൊന്നും കളഞ്ഞേക്കരുതേ, കാരണം ആദ്യത്തെ കുഞ്ഞിനെ നിങ്ങളല്ലേ കളഞ്ഞത്. ഓ പിന്നെ എനിക്കൊന്നും വേറെ പണിയില്ല. ആ, വേറെ പണിയില്ലാത്തതുകൊണ്ടാണ് പറഞ്ഞത്. നിങ്ങളെയൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനെ അവിടേക്ക് കരുണയും വരികയാണ്. ആ, നീ വന്നോ? ദേ നോക്ക്, മഞ്ജു 2-3 ദിവസം ഇവിടെ ഉണ്ടാകും. മഞ്ജുവിന്റെ എല്ലാ കാര്യങ്ങളും നീ നോക്കിക്കൊള്ളണം. ഇത് കേൾക്കുമ്പോൾ കരുണയ്ക്കാണെങ്കിൽ ദേഷ്യം വരികയാണ്. അവൾ മുഖം തിരിക്കുന്നു. എന്താടി അത് പറഞ്ഞപ്പോൾ നിന്റെ മുഖം കടന്നൽ കുത്തിയത് പോലെ ഉണ്ടല്ലോ. എന്താ നിനക്ക് നോക്കാൻ വയ്യേ? ഞാൻ അങ്ങനെ നോക്കാൻ പറ്റില്ലെന്നൊന്നും പറഞ്ഞില്ലല്ലോ എന്നിങ്ങനെ കരുണ പറയുന്നു. ആ, എങ്കിലേ മഞ്ജു ഗർഭിണിയാണ്. അവളുടെ കുഞ്ഞിനോ അവൾക്കോ ഒരാപത്തും ഈ വീട്ടിൽ നിന്നും സംഭവിക്കരുത്. അങ്ങനെ സംഭവിച്ചാൽ ശിഷ്ടകാലം എല്ലാവരും അനുഭവിക്കും. ജയിലിനകത്തായിരിക്കുമെന്ന് മാത്രം. എന്തായാലും ഞാൻ വിശ്വസിക്കുകയാണ് നിങ്ങളെ എന്നൊക്കെ പറയുമ്പോൾ ദുർഗയാണെങ്കിൽ ദേഷ്യത്തോട് കൂടിയിട്ട് കണ്ണനെ നോക്കുകയാണ്. വാ മഞ്ജു, നമുക്ക് ചെന്ന് ഈ വേഷമൊക്കെ മാറിയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജുവിനെയും വിളിച്ചിട്ട് മഹിയാണെങ്കിൽ അകത്തേക്ക് പോവുകയാണ്. ഈ സമയം കണ്ണൻ പറയുന്നുണ്ട്, സാഗറിനെ ഇപ്പം മഞ്ജു എന്ന് വെച്ചാൽ ജീവനാണ്. കാരണം ഇങ്ങോട്ട് വിടുമ്പോൾ അവന്റെ കടൽ ഞാൻ ആ ഭയം കണ്ടിരുന്നു. ആവർത്തിച്ച് ചോദിച്ചു, എൻ്റെ കുഞ്ഞിനൊരാപത്തും പറ്റില്ലല്ലോ എന്ന്. ഉറപ്പ് കൊടുത്തിട്ടാ ഞാൻ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് മഞ്ജുവിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് പോലെ തന്നെ തിരിച്ച് സാഗറിന്റെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതാണ്. കുഞ്ഞിന് എന്തെങ്കിലും ആപത്ത് പറ്റിയാൽ ഈ കണ്ണന്റെ മറ്റൊരു മുഖമായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണനും അവിടെ നിന്ന് പോവുകയാണ്. മോളിപ്പോ ആകെ പെട്ടല്ലോ. ആ മഞ്ജുവിന്റെ കാര്യം കൂടി മോള് നോക്കണ്ടേ? എനിക്കറിയാമേ, ഇവരെല്ലാവരും ചേർന്ന് എന്നെ കഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം മഞ്ജുവിനെ കൊണ്ടുവന്നിരിക്കുകയാണ്. പക്ഷെ മഞ്ജുവിന്റെ കുഞ്ഞിന് ഒരു ആപത്തും പറ്റില്ല. പകരം ആ മഹാലക്ഷ്മിയുടെ കുഞ്ഞ് ആരോഗ്യത്തോടെയും ജീവനോടെയും ജനിക്കില്ല. മോളെ നീ എന്തൊക്കെയാ പറയുന്നത്? അതെ അമ്മേ, മഞ്ജുവിന്റെ കുഞ്ഞിന് പകരം ഞാൻ ആ മഹാലക്ഷ്മിയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കിയിരിക്കും. ഇത് കരുണയുടെ വാക്കാണ്. എനിക്ക് വയ്യ ഇനി അവളുടെ അടിമയായിട്ട് ജീവിക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരുണ പറയുമ്പോൾ, മോളെ എന്നെ അടക്കം അടുക്കളയിലേക്ക് കയറരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അമ്മ നോക്കിക്കോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കരുണയും അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ ദുർഗയ്ക്കാണെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്നൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. പിന്നീട് പ്രതാപനും മുത്തശ്ശിയും തീർത്ഥാടനത്തിന് പോകാനായിട്ട് ബാഗൊക്കെ റെഡിയാക്കി അങ്ങനെ നിൽക്കുമ്പോൾ മോഹിനിയാണെങ്കിൽ കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് എത്തുന്നുണ്ട്. ഇതെന്താ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ളൊരു യാത്ര? എവിടേക്കാണാവോ? ഞങ്ങൾ എവിടേക്ക് പോയാലും നിനക്കെന്താടി? അല്ല, എന്നാലും പറഞ്ഞിട്ട് പോവാലോ. ആ, ഞങ്ങളെ ഒരു തീർത്ഥാടനത്തിന് പോവുകയാണ്. ആണോ? എന്തായാലും മനസ്സ് ശുചിയാക്കിയിട്ട് പോയാൽ മതി. എൻ്റെ മരുമോനും നല്ല രീതിയിൽ ജീവിക്കുന്നത് കാണാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ ഈ യാത്ര. പക്ഷേ അത് വേണ്ടെന്നാ പറഞ്ഞത്. കാരണം അവരെ ഒന്നിപ്പിച്ചത് ദൈവങ്ങളാണ്. അപ്പൊ പിന്നെ അവരെ പിരിപ്പിക്കാനായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് വെറുതെ പോണോ? അത്രേ ചോദിച്ചുള്ളൂ. അല്ല, ഇന്നലെ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ദൈവത്തില് ഏതെങ്കിലും ഒരു ദൈവം നിന്നോട് വന്ന് പറഞ്ഞോ അവളെയും അവനെയും ഒന്നിപ്പിച്ചത് ഈ പറയുന്ന ദൈവങ്ങളാണെന്ന്? ഇല്ലല്ലോ. വെറുതെ നീ ഡയലോഗ് അടിക്കാനും നിൽക്കണ്ട. ആ, ഇങ്ങനെയൊക്കെയല്ലേ സംസാരിക്കുന്നത്. എന്തായാലും ദൈവത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു കരുണ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കണ്ട. എടി, എങ്ങനെയാടി നിന്റെ മോൾക്ക് കടനെ ഭർത്താവായിട്ട് കിട്ടിയതെന്ന് പ്രതാപൻ ചോദിക്കുമ്പോൾ, അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയില്ല. നിങ്ങളെ കണ്ണന്റെ അച്ഛനെ കൊന്നതുകൊണ്ട്. അതേടി, കണ്ണന്റെ അച്ഛനെ കൊന്നതുകൊണ്ട് തന്നെയാ. ഉണ്ണിയുടെ ആലോചന വന്നപ്പോൾ നിന്റെ മോളെ ഞങ്ങളാണല്ലോ അവന്റെ തലയിൽ കെട്ടിവെച്ചത്. അപ്പൊ നീയൊക്കെ ചേർന്നേ ഞങ്ങളോട് നന്ദി പറയേണ്ടത് മോഹിനിയോട് പറയുമ്പോൾ, ആ, അതിന്റെ ഉദ്ദേശമൊക്കെ ഇനി വീണ്ടും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് കൂടുതൽ എന്നെ ഒന്നും പറയിപ്പിക്കണ്ട. പിന്നെ കരുണയ്ക്കും നിങ്ങളുടെ മരുമോനും നല്ലതും നല്ല ബുദ്ധിയും കൊടുത്ത് നല്ല മനുഷ്യന്മാരായിട്ട് ജീവിക്കാനുള്ള ബോധം ഉണ്ടാക്കാനായിട്ട് പ്രാർത്ഥിക്കുക ഇങ്ങനെ മോഹിനി പറയുമ്പോൾ, നീ ഞങ്ങളെ പഠിപ്പിക്കാനൊന്നും വരണ്ട. ഞങ്ങൾക്ക് തോന്നുന്നത് പ്രാർത്ഥിക്കും. ദൈവത്തിന്റെ മുന്നിലേക്ക് പോകുന്നത് അതുകൊണ്ടാ പറഞ്ഞെന്ന് മോഹിനി പറയുന്നു.
ഒരു കാര്യം നീ കുറിച്ചിട്ട മോഹിനി, നിന്റെ മകളെ സുഖമായിട്ട് എന്തായാലും പ്രസവിക്കാൻ പോകുന്നില്ല. ആ കുഞ്ഞ് ജീവനോടെ ഭൂമിയിലേക്ക് എത്തില്ല എന്നൊക്കെ പറയുമ്പോൾ മോഹിനിക്കാണെങ്കിൽ ആകെ വല്ലാതെയാവുന്നു. അതും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി പ്രതാപനും അവിടെ നിന്നും പോവുകയാണ്. അപ്പൊ അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ ബൈ.